ഇവിടെ ശ്രീലാൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലോക്സഭയും സമാനമായ പലവിധ വിമർശനങ്ങൾക്ക് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഞാൻ അതിലേക്കല്ല ശ്രീലാലിൻ്റെ അഭിപ്രായം അറിയാൻ ശ്രമിക്കുന്നത്. രാജ്യസഭയിലേക്കും ധൻഗറിലേക്കും രാജ്യസഭാ അധ്യക്ഷനിലേക്കും തന്നെ വരാം. ഇവിടെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഈ അവിശ്വാസ പ്രമേയം ചരിത്രത്തിലാദ്യമാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ തുടർച്ചയിൽ രണ്ടാം ദിവസമായി ഇന്ന് ഈ പ്രതിപക്ഷ മുന്നണിയുടെ വക്താക്കൾ, നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. രാജ്യസഭാധ്യക്ഷൻ, അത് അവിടെ കേന്ദ്ര സർക്കാരിനെതിരെ അല്ല, രാജ്യസഭാധ്യക്ഷനെതിരെ വാർത്താ സമ്മേളനം നടത്തി സംസാരിക്കുന്നു. എന്ന് വെച്ചാൽ ഇതിലൂടെ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ പ്രതിപക്ഷ മുന്നണി ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിലൂടെ ഭരണപക്ഷത്തെ, രാജ്യസഭാ അധ്യക്ഷനെ മാത്രമല്ല BJP നേതൃത്വം കൊടുക്കുന്ന ഭരണപക്ഷം ഏത് നിലയിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഏത് തരത്തിലുള്ളൊരു ഡാമേജാണ് ഈ സാഹചര്യം അവർക്ക് സൃഷ്ടിക്കുന്നത്? രണ്ട് മുന്നണിയെ സംബന്ധിച്ചും രണ്ട് ഭാഗത്തെ സംബന്ധിച്ചും ഒപ്പം അധ്യക്ഷനെ സംബന്ധിച്ചും. ശരത്ത്, നോക്കൂ, ഇപ്പോൾ ഞാൻ കാണുന്നത് പ്രതിപക്ഷം നൽകിയിരിക്കുന്ന ഈ നോട്ടീസ് അത് രാജ്യസഭയിൽ ചർച്ച ചെയ്ത് വിജയിപ്പിച്ച് ജയ്ദീപ് ധൻഖറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാമെന്ന വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ടൊന്നും അല്ലേ നൽകിയിരിക്കുന്നത്. ഇത് സന്ദേശമാണ്, രാജ്യത്തെ ആകെ നൽകാൻ സാധിക്കുന്ന ഒരു സന്ദേശമാണ്. അത് രാജ്യസഭയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്സഭയിൽ സ്പീക്കർക്കെതിരെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ജനങ്ങളുടെ പ്രതിനിധികളുടെ സഭയാണ്. ഇവിടെ പ്രതിനിധികളുടെ സഭയാണ് രാജ്യസഭ. അത് ഉപരിസഭ എന്ന് പറയുന്നത് തന്നെ അതാണ് കാരണം. ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത് വരുന്ന ഒരാളെ സ്പീക്കറായി വയ്ക്കുന്ന ലോക്സഭയുടെ ചരിത്രമല്ല രാജ്യസഭയ്ക്കുള്ളത്. രാജ്യസഭയിൽ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാനായി വരുന്നത്. അതാണ് ആ രാജ്യസഭയുടെ പവിത്രതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യസഭയുടെ ചെയർമാനെതിരെ ഉപരാഷ്ട്രപതിക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം എന്ന് പറയുമ്പോൾ അത് ഉപരാഷ്ട്രപതിക്കെതിരെയുള്ള ഒരു അവിശ്വാസ പ്രമേയം എന്ന രീതിയിൽ കൂടി ഇതിനെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ നടത്തുന്ന അതേ നടപടികൾ അദ്ദേഹം ഉപരാഷ്ട്രപതിയായിരിക്കുമ്പോൾ ചെയ്യുന്നതാണ്. അതായത് പൊളിറ്റിക്കൽ നേതൃത്വത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രതിസന്ധിയാണിത്. നമ്മൾ നേരത്തെ പല ഉപരാഷ്ട്രപതിരെ കണ്ടിട്ടുണ്ട്. ഹമീദ് അൻസാരി രാജ്യസഭയുടെ ചെയർമാനായിരുന്ന കാലം ഉണ്ടായിരുന്നു. അന്ന് ആർക്കും ഒരു പരാതിയും അദ്ദേഹത്തിനെതിരെ ആരും ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല. എന്തിന്? വെങ്കയ്യ നായിഡു രാജ്യസഭയുടെ ചെയർമാനായിരുന്ന കാലമുണ്ട്. വളരെ വളരെ തന്മയത്വത്തോടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അദ്ദേഹം ആ സഭ നടത്തിക്കൊണ്ടുപോയ ചരിത്രം നമ്മൾ കാണാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും ഭരണപക്ഷ അംഗങ്ങൾ ഈ ചർച്ചകൾ തടസ്സപ്പെടുത്തുന്ന തലത്തിലേക്ക് ബഹളം വയ്ക്കുന്നു. അതിനെ നിയന്ത്രിക്കാൻ ഈ പറയുന്ന രണ്ട് സഭയുടെയും അധ്യക്ഷന്മാർ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഉപരാഷ്ട്രപതി ചെയർമാനായിരിക്കുന്ന സഭയിൽ അദ്ദേഹം തന്നെ ഈ പറയുന്ന ഭരണപക്ഷത്തിന് അനുകൂലമായുള്ള നടപടികൾക്ക് പോകുന്നു. ഇത് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണിത്. അങ്ങനെ തന്നെയാണിത്. അത്തരത്തിലുള്ള ധീരമായൊരു നടപടിയായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ചർച്ച ചെയ്ത് ജയിക്കാനൊന്നും സാഹചര്യമില്ല എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെയാണ് ഈ സഭ ഈ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. എന്തിനു കൊണ്ടുവരുന്നു? പറയാനൊരു അവസരമുണ്ടാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം കാണുന്നത് ഒരു ഭാഗത്ത്. അതായത് പ്രതിപക്ഷത്തിന് സഭയിൽ പറയാനുള്ള കാര്യങ്ങൾ പറയാനൊരു അവസരം ഉണ്ടാകുന്നില്ല. അത് ആരാണ് അവസരം നിഷേധിക്കുന്നത്? അത് സഭ നയിക്കുന്ന ചെയർമാൻ തന്നെയാണ് ഈ അവസരം നിഷേധിക്കുന്നതാണ്. പണ്ട് ഡെപ്യൂട്ടി ചെയർമാൻ ഇരിക്കുമ്പോൾ പോലും വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും സാധാരണ ഡെപ്യൂട്ടി ചെയർമാൻമാരാണ് സ്ഥിരമായി സഭയിൽ ഉണ്ടാകാറുള്ളത്. ചെയർമാൻ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ എത്തുക, അല്ലെങ്കിൽ സഭ തുടങ്ങി വെച്ച് അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് പോകുക എന്നൊക്കെയുള്ള ഒരു നടപടി ഉണ്ടായിരുന്നു. നമ്മൾ ഓർക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പക്ഷേ ചെയർമാൻ പരമാവധി സമയം അവിടെ ഉണ്ടാകാറുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പരമാവധി നിയന്ത്രണത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അത് രാജ്യത്തിൻ്റെ മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന അതേ രീതിയിലുള്ള ഒരു ആ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ നിഷ്പക്ഷത ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് രാജ്യസഭയും കൂടി. ലോക്സഭയാണെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് വലിയ തർക്കങ്ങളില്ല. ലോക്സഭയിൽ സ്പീക്കർ എന്ന് പറയുന്നത് ജയിച്ചു വരുന്ന പാർട്ടിയിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കുന്ന ആളാണ്. രാജ്യസഭയിൽ ഉപാധ്യക്ഷൻ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ സാഹചര്യം അത് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരുന്ന സംശയമില്ല. അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് സഭയുടെ രേഖയിൽ രേഖപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ചർച്ചയുടെ. അതാണ് ശ്രീലാൽ പറഞ്ഞ പോലെ രാജ്യസഭാ അധ്യക്ഷൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി കൂടിയാണ് എന്ന പ്രശ്നമല്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ആ നിലയിൽ പ്രവർത്തിക്കുന്ന ആളെക്കുറിച്ചുള്ള അതിഗൗരവമായ സ്ഥാപനത്തിനെതിരെയുള്ള ചോദ്യം ചെയ്യൽ കൂടിയാണ്. ആ നിലയിലാണ് അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത്. ഉപരാഷ്ട്രപതിമാർ ആയിട്ടുള്ള രാജ്യസഭാ അധ്യക്ഷന്മാർക്കെതിരെ അതുകൊണ്ട് തന്നെ ഈ കാലം വരെയും ഒരു അവിശ്വാസ പ്രമേയം വന്നിട്ടുമില്ല.